ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ഡിസംബർ 5-ന് ജിതിൻ കെ ജോസിൻ്റെ സംവിധാനത്തിൽ തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു മലയാളം ചിത്രമാണ് കളങ്കാവൽ. കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത് മമ്മൂട്ടി, വിനായകനൊക്കെയാണ്. ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. OTT പ്ലാറ്റ്ഫോം വഴി ഞാൻ കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ഗംഭീര പടം. 2 മണിക്കൂറും 17 മിനിറ്റുമാണ് സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറെ നെക്സ്റ്റ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തമായിട്ടുള്ള ശൈലികളും വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസുകളും കാഴ്ചവെച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങൾക്കും അദ്ദേഹം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു 100 കോടി ഇതുവരെയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് അദ്ദേഹം ഒരു കോംപ്രമൈസും കാണിക്കാതെ ഒരു ഫുൾ ത്രോട്ടിൽ ചെയ്താണ് അദ്ദേഹം പോകുന്നത്. വേറെ ലെവല് കഥാപാത്രം, വില്ലൻ എന്നൊക്കെ വെച്ചാൽ ഇത് തന്നെ ഇരിക്കണം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇതിൻ്റെ മ്യൂസിക്, ഒരു പഴയ മ്യൂസിക് എങ്ങനെ പുതിയതിലോട്ടാക്കുക എന്ന് വെച്ചാൽ പണ്ടത്തെ റീമേക്കല്ല ഉദ്ദേശിച്ചത്, ഒരു പഴയ വൈബ് തരുന്ന മ്യൂസിക്. 2005 ഈ സിനിമയുടെ കഥ നടക്കുന്നത്, അതും വേറൊരു ഹൈലൈറ്റുമാണ്. അപ്പോൾ ഈ കേരള തമിഴ്നാട് ബേസ് ചെയ്താണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്ത്രീകളെ അവിടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മാറി കൊലപ്പെടുത്തുക, പീഡിപ്പിച്ചതിന് ശേഷം കൊലപ്പെടുത്തി അതിൽ അന്വേഷിക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഓഫീസറായിട്ടാണ് വിനായകൻ്റെ കഥാപാത്രം വരുന്നത്. നമ്മുടെ മമ്മൂട്ടി പോലീസിലുള്ളതാണ്, പക്ഷേ അദ്ദേഹം ഒരു കൊലയാളം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആ പീക്ക് വില്ലനസ് ഈ സിനിമയിൽ ഹെവി ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വില്ലനും നായകനും ഒരേ രണ്ടും കിടിലങ്ങൾ തന്നെ പറയേണ്ടിരിക്കും. 2 കിടില ആക്ടേഴ്സ് ഒരു സിനിമയിൽ ഒരു ഫ്രെയിമിൽ അഭിനയിച്ച് എങ്ങനെ ഇരിക്കും, അതാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഇവിടെ പറഞ്ഞു പോകുന്നത്. പീക്ക് ലെവൽ സംഭവങ്ങൾ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ മമ്മൂട്ടിയുടെ വില്ലനസ് എന്ന് പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ആൾക്കാരായിട്ട് ഞാൻ ഇപ്പോൾ ഓർത്ത് വന്നു. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയിട്ട്, കാരണം ഇത്രയും നാളും നല്ലൊരു ഗംഭീര നടനെ കൊണ്ടൊരു വില്ലനാക്കണമെന്ന് വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതിനെത്തി പിന്നെ ആ നടൻ്റെ ഇതും കൂടെ പൊട്ടൻഷ്യൽ സഹകരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ, ഔട്ട്പുട്ട് വേറെ ലെവൽ.